ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പച്ചപ്പുളി ഇട്ട് വെച്ചിട്ടുള്ളൊരു മീൻ കറിയുടെ അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ പുളിയൊക്കെ ഉണ്ടാകുന്ന സീസൺ ആകുമ്പോൾ ധാരാളം പുളിയൊക്കെ കിട്ടുന്ന സമയത്ത് അത് ഉപ്പിട്ട് മൺകലങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. ഒരു വർഷകാലമൊക്കെ ഒരു കേടും കൂടാതെ 1-2 വർഷമൊക്കെ ഇതിരിക്കും. അന്നൊക്കെ വീടുകളിൽ ധാരാളം അംഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് പിറ്റത്തെ വർഷമാകുമ്പോഴേക്കൊക്കെ ചിലപ്പോൾ പുളി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാമത് പുളിയൊക്കെ ഉണ്ടാകുന്ന സീസൺ ആകുമ്പോൾ ഇതുപോലെ പച്ചപ്പുളിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. മാങ്ങയും പച്ചപ്പുളിയൊക്കെയാണ് മീൻ കറികളിൽ പുളിക്കായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ഒരു പഴമയുടെ ഓർമ്മയുള്ള മീൻ കറിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പുളിയും എടുത്തിട്ടുണ്ട്. മീൻ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എത്രയാണ് കറി ഉണ്ടാക്കുന്നതിനനുസരിച്ച് പുളി എടുത്താൽ മതിയാവും. പച്ചപ്പുളി ആകുമ്പോൾ സാധാരണ പഴുത്ത പുളിയേക്കാളും കുറച്ച് കൂടുതൽ എടുക്കണം, എങ്കിലേ പുളി ഉണ്ടാവുള്ളൂ. ഈ പുളി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കണം. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി, എങ്കിലേ ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഒരു 5-6 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ആവശ്യത്തിനുള്ള വേപ്പില. ഇത്രയും മതിയാകും. ഇഞ്ചിയൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ പച്ചപ്പുളി നമ്മളിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അതേ വെള്ളത്തിൽ തന്നെ കൈവച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഈ പുളി ഇപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും കൂടി പൊടിപ്പിച്ചെടുത്തതാണിത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. അതുപോലെ കാന്താരി മുളക് എടുത്തു വെച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഞെടുപ്പ് കളയണമെന്നില്ല. പിന്നെ വേപ്പില, വെളുത്തുള്ളി ചതച്ചത് എന്നിവയും ചേർത്തൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മീനിട്ട് ഇതൊന്ന് നന്നായി തിളപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് 1-2 മിനിറ്റ് കൂടി ഒന്ന് ചാറ് കുറുകുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കാം, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സമയം ഇതൊന്ന് മൂടി വയ്ക്കാം. ഈ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ ഒരു മണം ഈ കറിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചപ്പുളി കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.